ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്നൊരു പയൽ റീഡിങ് എടുക്കാം അല്ലെ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലെ. അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലേക്കിനൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ആ ഓളൊന്ന് ടച്ച് ചെയ്തേക്കണം കേട്ടോ. ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് പേയ്മെന്റ് ഉണ്ട്. പിന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. 2 പയലാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പയൽ എന്ന് പറയുന്നത് 3 കപ്പാണ്. രണ്ടാമത്തെ പയല് സ്റ്റാർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ പയല് 3 കപ്പ്, രണ്ടാമത്തെ സ്റ്റാർ. ഇതാണ് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്. അപ്പൊ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയാന്നുള്ളവരിത് മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയല് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നാമത്തെ പയല് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പയലും കൂടെ കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് ഇതിലേത് 2 പയൽ ഏതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആവാതിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ചൂസ് ചെയ്തത് കറക്റ്റ് അല്ലായിരിക്കും. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടാമത്തേടെ കാണുക, നിങ്ങൾക്ക് അത് അതിനകത്ത് റെസനേറ്റ് ആവാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ റെസനേറ്റ് ആവാതിരിക്കില്ല. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാമേ. ഒന്നാമത്തെ പയല് കാർഡുകളാണ്. ബ്രേക്കപ്പ് ആണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പയല്. നിങ്ങൾക്ക് വളരെ അധികം സന്തോഷം വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തതിന്റെയൊക്കെ റിസൾട്ട് കിട്ടും. നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെയൊക്കെ റിസൾട്ട് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് കേട്ടോ. അത്ഭുതകരം, മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ഈ ഒരു പയലെടുത്തവർക്ക് ഫുള്ള് ഇവര് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എനിക്ക് ഇവിടെ കാണുന്നത്. കണ്ട, ഈ ഒരു പയലിന് ഫുള്ള് മെഡിറ്റേഷനും പ്രാർത്ഥന യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സിനോട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ. എന്താ, ലേഡീസ് ആൻഡ് ജെന്റ്സ് ഇഷ്ടംപോലെ അങ്ങനെ ആൾക്കാർ. നിങ്ങൾ ഒരുപക്ഷെ ജോലി കിട്ടാനാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ പരീക്ഷ എക്സാം വരുന്നുണ്ടാവാം, അതിനുവേണ്ടി നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാവാം, നിങ്ങൾക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാവാം, വിദേശത്തേക്ക് പോവാൻ വേണ്ടിയിട്ടാവാം, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടാനാവാം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള വിസ ശരിയാവാനാവാം, പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് ലോണിൽ അപേക്ഷിച്ചിരിക്കുന്നവരാവാം, നാട്ടിൽ പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവരാവാം. അങ്ങനെ നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജോലിയുടെ ആവശ്യങ്ങൾക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട്, സഡൻ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. സഡൻ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരാൻ പോകുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് റിസൾട്ട് ആവാൻ പോകുന്നു. ഞാൻ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ആഗ്രഹങ്ങളല്ലേ, ആ ഓരോ ആഗ്രഹങ്ങൾക്കൊക്കെയുള്ള റിസൾട്ട് ലഭിക്കുക. ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ ഒരു കുട്ടിക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. എംപ്രസ് വന്നിട്ടുണ്ട് അല്ലെ. മാരേജ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് ഒരു കുട്ടിയെ ലഭിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ട് ഒരു കുട്ടിക്കായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സഡൻ ചേഞ്ചസ്. ചിലവർക്ക് ബർത്ത് ഓഫ് ചൈൽഡ്, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുന്നതിന്റെ ആഘോഷം നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ വൈഫ് പ്രസവിച്ച് അല്ലെ, പ്രസവിച്ചൊരു കുട്ടി ലഭിച്ചു, ആ കുട്ടി ഉണ്ടായതിന്റെ ആഘോഷം വരുന്നുണ്ട്. അല്ലെ, പ്രഗ്നൻസി ആയതിന്റെ ആഘോഷം, അല്ലെങ്കിൽ കുട്ടിയുടെ നൂലുകെട്ടിലെ 28 കെട്ടിന്റെ ആഘോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജിന്റെ ആഘോഷം അല്ലെ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിങ്ങളുടെ ലൈഫിൽ ഓരോരോ ആവശ്യങ്ങളാണല്ലേ. അപ്പൊ എല്ലാ ആവശ്യങ്ങളും എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരികയാണ്.
ഇല്ലേ, പെട്ടെന്ന് ലഭിക്കുകയാണ് യൂണിവേഴ്സ്. അതിന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് എന്തൊക്കെയോ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ലഭിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനൊപ്പം സ്വിച്ച് വേർഡ്സും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ചാൽ സത്യത്തിൽ നമുക്ക് മിറാക്കിൾസ് സംഭവിക്കും. എനിക്കതൊക്കെ ഞാൻ പ്രതീക്ഷിക്കാതെ ഇത് സംഭവിച്ചതാണോ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്കും അതുപോലെ എന്തൊക്കെയോ സഡൻ ചേഞ്ചസ് വരികയാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു, അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഫീൽ ചെയ്യണം. അത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യണം. ഇപ്പൊ ജോലിയാണ്, ജോലി ലഭിച്ചു എന്ന്, അല്ല വിദേശത്താണെങ്കിൽ വിദേശത്ത് പോയതായിട്ട്, അല്ലെങ്കിൽ പോയി ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, അല്ലെ ജോലിയായിട്ട് പോയി ജോലി ചെയ്യുന്നു. ആ വിദേശത്തെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ചു, വീട് നിങ്ങൾക്ക് ലഭിച്ചു, ആ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾ ഫീൽ ചെയ്യണം. നിങ്ങളൊരു കാറാണ്, കാറിന്റെ കളറ്, കാറ് വാങ്ങി കാർ ഓടിച്ച് യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിരുന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഫീൽ ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എല്ലാ ദിവസവും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അതിനേക്കാൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് സ്വിച്ച് വേർഡ്സ്. സ്വിച്ച് വേർഡ്സ് പെട്ടെന്ന്, അതായത് പെട്ടെന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതേ രീതിയിലൊക്കെ സ്വിച്ച് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. വലുത് നിങ്ങൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ചിലപ്പോൾ ഒരു കുട്ടി ആഗ്രഹിച്ചപ്പോൾ ഒരുപക്ഷെ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ആ രീതിയിലുള്ളത് അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി അത് അങ്ങനെ ലഭിച്ചതായിട്ടാണ്. ചിലർക്ക് ലോട്ടറി അടിച്ച് വലിയ അബണ്ടൻസ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എംബ്രസ് ഒരു അബണ്ടൻസ് തന്നെയാണ്. അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. 6 കപ്പ്. ഇത് നിങ്ങളുടെ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു നിങ്ങളിൽ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പിണങ്ങി പോയിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. തിരിച്ചു വരാനുള്ള മാനിഫെസ്റ്റേഷൻ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തികം വളരെയധികം കുറച്ച് കൂടുതൽ എമൗണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സാലറി ഉള്ള ജോലി, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ജോലി, ഒരു പ്രൊമോഷനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ വസ്തു വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളത് എന്തോ നിങ്ങൾക്ക് വളരെ അധികം സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തിനേക്കാൾ നേരത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ലഭിച്ചു. നിങ്ങൾ അതിനൊരു കിട്ടാനൊരു സമയം നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാൾ സ്പീഡിൽ, വളരെ സ്പീഡിൽ നിങ്ങൾക്ക് അത് ലഭിച്ചതായിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പൊ ഇവിടെ അത്രയധികം നിങ്ങൾ പല രീതിയിൽ ഒരുപാട് നാളുകളായി മാനിഫെസ്റ്റേഷൻ, ചില വ്യക്തികൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഈ പറഞ്ഞ സ്വിച്ച് വേർഡ്സ്, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാൻ, അതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ്. ആഘോഷം നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ആഘോഷിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ആഘോഷിക്കുന്നു. പല പല ആഘോഷങ്ങൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ആഗ്രഹം ലഭിച്ചതിന്റെ ആഘോഷം നിങ്ങൾ ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇത്രയും നാള് നിങ്ങൾക്കൊരു ഡെവിൾ എനർജി ആയിരുന്നു. എനിക്കിവിടെ 2 കാർഡ് ഒരു ഡെവിൾ എനർജിയും 5 വാണ്ടും കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു നെഗറ്റീവ് കാർഡായിട്ട് എനിക്കുള്ളൂ. ഇത്രയും നാള് നിങ്ങൾക്കൊരു ഡെവിൾ എനർജി ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ മെഡിറ്റേഷനും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി മാറിപ്പോയതായിട്ട് കാണുന്നുണ്ട് പലർക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, മെഡിറ്റേഷനും പ്രാർത്ഥനയും സ്വിച്ച് വേർഡ്സ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ മാറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ടു പോയത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടും പല കാര്യങ്ങളും പെട്ടെന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് എനർജി മാറാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി മാറിപ്പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം.
അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് അത് എങ്ങനെയാ മനസ്സിലാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും നിങ്ങൾക്ക് തടസ്സങ്ങളാണ്. ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഒന്നും എന്താ പറയാ ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. എല്ലാത്തിനും തടസ്സങ്ങളാണ്. നിങ്ങൾക്ക് ശാരീരികമായിട്ടായാലും ഭയങ്കര ടയേർഡാണ് നിങ്ങൾ. ഒത്തിരി നിങ്ങൾക്ക് എല്ലാം പ്രോബ്ലംസ്, ഇവിടെ ഒരുപാട് പ്രോബ്ലംസ്, വഴക്ക്, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം, വീട്ടുകാരുമായിട്ട് വഴക്ക്, ഹസ്ബൻഡുമായിട്ട് വഴക്ക്, കുട്ടികളുമായിട്ട് എല്ലാവരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നു, എല്ലാവരുമായിട്ട് പ്രോബ്ലം, അല്ലെ നിങ്ങളോട് അവർ വഴക്കുണ്ടാക്കുന്നു, മൊത്തത്തിൽ ഒരു പ്രോബ്ലം, അങ്ങനത്തെ അല്ലെ മൊത്തം നിങ്ങൾക്കത് ഒരു ഇതില്ലാത്ത, ശാരീരികമായിട്ട് ഒരു സുഖമില്ലാത്തൊരവസ്ഥ, അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇതാണ്. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം നെഗറ്റീവായിട്ട് വരുന്നു. ഒന്നും നിങ്ങളുടെ മൊത്തത്തിലെല്ലാം എന്താ പറയാ ഒന്നും ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ഫുൾ നെഗറ്റീവ്. അപ്പൊ അത് നിങ്ങൾക്ക് ആർക്കൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക്, അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും നിങ്ങൾ മാറ്റിയെടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയും, നമ്മള് ജോലി ചെയ്യാതെ നമുക്ക് എന്തായാലും നമുക്ക് അതിനുള്ള ഒന്നും ജീവിതത്തിലേക്ക് ഉന്നതി ഉണ്ടാവില്ല, അല്ലെ, പ്രതിഫലം ലഭിക്കില്ല. അപ്പൊ ജോലി ചെയ്താലും എത്ര ചെയ്താലും, എത്ര കഠിനാധ്വാനം ചെയ്തിട്ട്, ഞാൻ എത്രയൊക്കെ പരിശ്രമിച്ചിട്ട് എന്തെല്ലാം ചെയ്തിട്ട് എന്റെ ലൈഫിൽ ഒരു പുരോഗതി ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾക്കാണ് അതോടൊപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷനും മെഡിറ്റേഷൻ അറിയാവുന്നൊരു മെഡിറ്റേഷൻ പറ്റാത്തവർക്ക് പ്രാർത്ഥന, അതുപോലെ ഇതുപോലെ സ്വിച്ച് വേർഡ്സ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ തന്നെ അതിനുള്ള കുറെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു വ്യക്തി ഒരുപാട് നാളുകളായി നിങ്ങളുമായിട്ട് കൂടിച്ചേരാൻ, എന്താ പറയുക, ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് മാനസികമായി വേദനിപ്പിച്ചിട്ട് പോയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ തന്നെ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റഡ് ആണെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ വ്യക്തിയും എനിക്ക് തോന്നുന്നു നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്ന് അകന്ന് നിൽക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ മാരേജ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങളൊരു എന്താ പറയാ ഒരു ലിവിങ് ടുഗദർ അല്ലെങ്കിൽ ഒരു മാരേജ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കപ്പിൾസ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന വ്യക്തികളായിട്ട് എനിക്ക് തോന്നുന്നു, ഡബിൾ എനർജി കണ്ടിട്ട് ആ രീതിയിലുള്ള ജീവിച്ച വ്യക്തികളാണ്. പക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറിപ്പോവേണ്ടതായിട്ട് വന്നു, എന്തോ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആ വ്യക്തി പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരാളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. ആ ഒരു വ്യക്തിയെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അയാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളുണ്ടാവാം ചിലര്. അങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും വരുമ്പോഴത്തേക്കിനും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല, റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ചില വ്യക്തികൾ വരും പോകും എന്നുള്ളൊരു എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നല്ലൊരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഇവിടെ മിക്കവാറും കിങ് ഓഫ് കപ്പ് കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല വ്യക്തികളായിട്ടിരിക്കുന്ന വ്യക്തികള് നിങ്ങളോട് അത്രയും സ്നേഹത്തോടെ പെരുമാറി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. ആ ഒരു വ്യക്തികൾ തിരിച്ചു വരും. ചിലവരങ്ങനെയല്ല, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എന്തെങ്കിലും സന്തോഷം നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ആ ഒരു വ്യക്തിയായിട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാത്തിരിക്കുക. അല്ലെങ്കിൽ വരും പോകും എന്നുള്ളൊരു എനർജി ആണെങ്കിൽ കുറച്ചുനാൾ വരും, നിങ്ങളോടൊപ്പം ജീവിക്കും. ആ ഒരു ജീവിതത്തിൽ പോലും നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്നത് തന്നിട്ടില്ലെങ്കിൽ, എന്നും വഴക്കും പ്രശ്നങ്ങളും ആണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും വരും, വീണ്ടും പോകും, പിന്നെയും വരും, പിന്നെ വഴക്കും പ്രശ്നമായി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അത് നിങ്ങൾക്കൊരു സന്തോഷം തരുന്നില്ലാത്തൊരു ലൈഫാണ്. നിങ്ങൾ ആ ലൈഫ്
വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അങ്ങനത്തെ ലൈഫ് ആണെങ്കിൽ പോലും എല്ലാവരും വീണ്ടും ചോദിക്കുകയാണ് തിരിച്ചു വരുമോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് എത്ര അടിയാണെങ്കിലും എന്ത് പ്രോബ്ലം ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ വീണ്ടും ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അവർ വരുമോ എന്ന് ചോദിച്ചിരിക്കുന്നവരുണ്ട്. എന്ത് പ്രശ്നം നിങ്ങൾ സഹിക്കാവുന്നതിന്റെ പരമാവധി പ്രശ്നങ്ങളിലൂടെ പോയിട്ട് പോലും നിങ്ങൾ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര് ആ ഒരു മാനസികാവസ്ഥയിലായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് എന്ത് ചെയ്താലും നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ വീണ്ടും നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടാവാം, ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ അവർ വല്ലാതെ ഉപദ്രവിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് അവരെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ അവരെ വിളിക്കാതിരിക്കാനും നിങ്ങളൊന്ന് അവരിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുവാണെങ്കിൽ അവരൊന്ന് നല്ലതായി വന്നേനെ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ എപ്പോഴും അവരുടെ പിന്നാലെ പോകാതെ നിങ്ങളൊന്ന് മാറി നിൽക്കുക, അവരെ വേണ്ടാന്ന് വെക്കുക. നിങ്ങൾ അവരെ വേണ്ടാന്ന് വെക്കുമ്പോഴേ ഉള്ളൂ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കി അവർ നല്ലൊരു വ്യക്തിയായിട്ട് മാറത്തുള്ളൂ. നല്ല വ്യക്തിയായിട്ട് മാറിയതിനു ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രയോജനമില്ലാതെ, മനസ്സിന് ഒരു സന്തോഷം തരാതെ എപ്പോഴും പ്രോബ്ലം വഴക്കം ഉണ്ടാക്കുന്ന വ്യക്തികൾ ആയിട്ടുള്ളൊരു ലൈഫ് എന്തിനാണ്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അങ്ങനെ ഒരു ലൈഫിന്? വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്കും സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനം ഇല്ലാത്തൊരു ലൈഫ്. അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ കുറച്ച് നിങ്ങളായിട്ട് തന്നെ ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്ന് മാറി നിന്നെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കാരണം നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെന്ന വ്യക്തിയെ സ്നേഹിക്കുക. അതാണ് നിങ്ങളെ സ്നേഹിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു പുറകെ പോവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നോവിക്കുന്നു, നിങ്ങളെ അടിയും ഇടിയൊക്കെ തന്നെ നിങ്ങളുടെ ശരീരം നോവിക്കുന്ന ഒരാളെ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ പോകുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു സോളുണ്ട്, നിങ്ങളെന്നൊരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കടമയൊക്കെ ഇല്ലേ? നിങ്ങളെ ഒന്ന് സ്നേഹിക്കും, എങ്കിലും മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ വേദനിപ്പിക്കുന്നവരും നമ്മുടെ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. അത് നിങ്ങൾ ഓരോരുത്തരുടെ രീതിയിൽ അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇവിടെ ക്യാൻസർ, സ്കോർപിയോ, പൈസസ് കാണിക്കുന്നുണ്ട്, വാട്ടർ എനർജി, ജെമിനി, ലിബ്ര, അക്വേറിയസ് ഉണ്ട്, എയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇതൊക്കെ ഉണ്ട്. എർത്ത് എനർജി, ഇതെല്ലാം എല്ലാ സൈൻസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആണ് വരുന്നത്, ഒരുപാട് സക്സസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്താ പറയുക, ഇതേ രീതിയിൽ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരുപാട് സക്സസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. പല കാര്യങ്ങൾക്കും, നിങ്ങൾക്ക് ബിസിനസ്സിനായാലും പല കാര്യങ്ങൾക്കും പുതിയ ഐഡിയാസ് ലഭിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ മൈൻഡ് വളരെ ഷാർപ്പ് ആകുന്നുണ്ട്. ന്യൂ ബിഗിനിങ്, പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുക. നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ വളരെയധികം ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ കഴിവുള്ളവരാ കേട്ടോ. പല പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ഒരു സർജറി നടക്കാൻ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു സർജറി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉടനെ ഉണ്ടാവാൻ പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു ഡബിൾ എനർജി കാണുന്നുണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സർജറിയിൽ പേടിക്കേണ്ടതില്ല, സക്സസ് ആണ്. ആ ഒരു സർജറിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ സക്സസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ വളരെ ഇമ്പ്രൂവ് ആകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയത്തിന്റെ ആവശ്യമില്ല. പല കാര്യങ്ങളും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പല കാര്യങ്ങൾക്കും വിജയം കാണുന്നുണ്ട്, വിക്ടറി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണ്. അതാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഡിവൈൻ കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് റിവാർഡുകൾ, പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. റിവാർഡുകളൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട്. ആർക്കൊക്കെ ഈ ഒരു പൈലറ്റ് സെലക്ട് ചെയ്തവർക്ക് അതിന്റെ ആഘോഷമായിരിക്കാം എന്നൊരു കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡോ റിവാർഡൊക്കെ കിട്ടിയതിന്റെ ആഘോഷമാണെന്ന് എനിക്ക് തോന്നുന്നു.
ഒരുപാട് ഗുഡ് ന്യൂസസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പുതിയതായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നല്ലൊരു ഗുഡ് ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന നല്ലൊരു ഫ്യൂച്ചർ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗുഡ് ഫ്യൂച്ചറാണ്, നല്ല ഫ്യൂച്ചറാണ്. ഒരുപാട് അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. ഒരുപാട് നേട്ടങ്ങൾ, പല കാര്യങ്ങളിലും ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ അഡിക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. മദ്യത്തിന് അടിമയായിരിക്കുന്നതോ മയക്കുമരുന്നോ അടിമയായിട്ടുള്ള വ്യക്തികൾ കാണുന്നുണ്ട് ചിലര്. അതാണ് എനിക്ക് ഡബിൾ എനർജി കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആരുടെയൊക്കെ കുടുംബങ്ങളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. മദ്യപാനം, നല്ല രീതിയിൽ മദ്യത്തിന് അടിമയായ വ്യക്തികളെ കാണുന്നുണ്ട്. ചില നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ കുട്ടികളും മയക്കുമരുന്നോ അങ്ങനെ എന്തിനൊക്കെ അടിമയായിട്ടുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പല അവരുടെ ആ ഒരു ദുസ്വഭാവം മാറാൻ വേണ്ടിയിട്ട് കുടിയാണെങ്കിലും കള്ളുകുടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ നല്ല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന്റെ പേര് നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല രീതിയിൽ ബഹളങ്ങളും വഴക്കൊക്കെ എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതാണ് ചിലരുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി എന്ന് എനിക്ക് കാണുന്നുണ്ട്. ചിലർക്കും ഒരുപാട് കടം കാണുന്നുണ്ട് കേട്ടോ. ഡെപ്ത്, ഒത്തിരി കടങ്ങളുള്ളവരെ കാണുന്നുണ്ട്. അതിന്റെ പേരിൽ സാമ്പത്തിക പ്രോബ്ലം അല്ലെങ്കിൽ കടക്കാര് വന്ന് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നവരെ കാണുന്നുണ്ട്. പൈസ ചോദിച്ച് വീട്ടിൽ വന്ന് കടക്കാര് ബഹളം ഉണ്ടാക്കുന്നു. അതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, ബഹളം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വരുമ്പോഴാണ് വീട്ടിൽ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒക്കെയുള്ള എന്തൊക്കെയോ പ്രോബ്ലംസ് ചിലരുടെ ലൈഫിൽ കാണുന്നുണ്ട്. മിക്കവർക്ക് അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ, സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പ്രതിസന്ധികൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരെ കാണുന്നുണ്ട്. ഒത്തിരി ടെൻഷൻ നിങ്ങൾക്കുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് ടെൻഷൻ ഉള്ളവരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യണം. അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് എപ്പോഴും വിജയം വരുന്നത്, സന്തോഷമൊക്കെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള വഴക്കും പ്രശ്നങ്ങളിലൂടെ പോകുന്നു, കടമൊക്കെ കയറിയിട്ട് പ്രോബ്ലം ആയിട്ട് പോകുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നും ആകുന്നില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മളതിനെ കുറച്ച് നാൾ, ഒരു 21 ദിവസം അല്ലെങ്കിൽ വീണ്ടും 21 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ചെയ്യുക. നമ്മൾ പ്രശ്നങ്ങൾ നീങ്ങുന്നിടം വരെ അതിങ്ങനെ ചെയ്യുമെന്ന് ഉറച്ച ഒരു വിശ്വാസത്തിൽ തന്നെ ചെയ്യണം. അത് നമ്മുടെ പ്രശ്നങ്ങൾ മാറുമെന്ന് നമ്മൾ ആദ്യം ഉറച്ച് വിശ്വസിച്ച് നമ്മളിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ലൈഫിലേക്ക് വരും. ജോലി കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഡബിൾ ദി പെന്റക്കിൾസ്, പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ഒരുപക്ഷെ സാലറി കൂട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, സാലറി കിട്ടാൻ പോകുന്നുണ്ട്. ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പൈല്. അപ്പോൾ ഈ ഒരു പൈല് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തിട്ട് നോക്കാമേ. സ്റ്റാർ, 10 കപ്പ്, 7 ഓഫ് ഫണ്ട്, 9 ഓഫ് സോർട്സ്, 7 ഓഫ് സോർട്സ്, വേൾഡ്, സ്ട്രെങ്ത്, ഏസ് കപ്പ്, നൈറ്റ് ഓഫ് സോർട്സ്. ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ ലൈഫിലേക്ക് ഒരു സ്റ്റാർ ആവാനായിട്ടുള്ള സാധ്യതയാണ് പലർക്കും കാണുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റാർ ആവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് എയിം ഉള്ളവരാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വ്യക്തികളാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ സ്റ്റാർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഡോക്ടർ ആവാം, ടീച്ചർ ആവാം, എന്താ പറയുക, സമൂഹത്തിലെ ഹൈ പൊസിഷനിലുള്ളവരാവാം, അല്ലെങ്കിൽ എന്താ പറയാ സിനിമ ഫീൽഡിലോ സീരിയലൊക്കെ ചെയ്യുന്നവരാവാം, യൂട്യൂബേഴ്സ് ആവാം, മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യുന്നവരാവാം.
അപ്പൊ അങ്ങനെ മറ്റുള്ളവർ അറിയപ്പെടുന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ ഒരുപാട് പേരെ ഹീൽ ചെയ്യുന്നവരാവാം. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എയിം ഉള്ളവരാണ്, ഒരുപാട് ലക്ഷ്യങ്ങളുള്ളവരാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട്. 10 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ആ 10 ആണ് വന്നിരിക്കുന്നത്. ഒരു പൂർത്തീകരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പ്. അപ്പൊ ദൈവം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കപ്പ് നിറഞ്ഞൊഴുകുന്ന രീതിയിൽ തന്നെ, അതായത് ഓവർഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ അധികം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സഡൻ ചേഞ്ചസ്, പെട്ടെന്നായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. 9 ഓഫ് സോർട്സ്. നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ലൈഫിൽ. ഒരു പക്ഷെ നിങ്ങളുടെ ചെറുപ്പം തൊട്ട് ഇതുവരെയും കരച്ചിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികൾ ഒരുപാട് കരഞ്ഞു, ലൈഫ് മൊത്തം കരയുമായിരുന്നായിരിക്കും. ഇനിയെങ്കിലും നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണോ നിങ്ങൾ ഇത്രയും കരയുന്നതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഇത്രയും കരച്ചില്. അപ്പൊ ജീവിതകാലം മൊത്തം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ പോയി. ഒരുപാട് ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. വ്യക്തികൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, സാമ്പത്തികപരമായിട്ടോ വ്യക്തികളോ ഒക്കെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടുണ്ട് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും, എല്ലാവരും ആണെന്നല്ല, ചില വ്യക്തികൾ അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഇപ്പം ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു സിംഗിൾ മദറോ, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയവരോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചവരോ, ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയവരോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്ന ലേഡീസോ ജെന്റ്സോ ഒക്കെ ആവാം. നിങ്ങളുടെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് പോയതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മരിച്ചതാവാം, മക്കളെല്ലാം ഉപേക്ഷിച്ചതാവാം. അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെട്ടവരാവാം ഒരു പക്ഷേ തോന്നുന്നു. അല്ലെങ്കിൽ മക്കളൊത്ത് ജീവിക്കുന്നവരാവാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തനിച്ചായിരിക്കുന്ന വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പലരും ഒരുപക്ഷെ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് എനിക്ക് കാണുന്നു. 7 ഓഫ് സോർട്സ്. ഒരു വട്ടം മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സായി, രണ്ടാമതും ചിലപ്പോ മാരേജ് കഴിച്ചു, അതിലും പ്രോബ്ലം ആയിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ എനിക്ക് കാണുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും ഒരുപാട് നിങ്ങൾ കരയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചില വ്യക്തികൾ വളരെ ഈ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ തരണം ചെയ്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇനി ഒരു മാരേജ് വേണ്ട, ഇനി ഞങ്ങൾക്ക് കല്യാണമേ വേണ്ട, ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിൽ വരണ്ട, അല്ല ഒരു പുരുഷനും എന്റെ ജീവിതത്തിൽ വരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളെ എനിക്ക് ഇവിടെ കാണാം. ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിരിക്കുന്നവരുണ്ട്. അത്രമാത്രം നിങ്ങൾ കരഞ്ഞു മറ്റുള്ള വ്യക്തികൾ കാരണം എന്ന് എനിക്ക് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലാതെ മുന്നോട്ടേക്ക് പോയ വ്യക്തികളെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്, ഇങ്ങനെ ജീവിതകാലം മൊത്തം നിങ്ങളെ കരയിക്കില്ലല്ലോ ദൈവം, അല്ലെ? നല്ല രീതിയിൽ ദൈവത്തെ വിളിക്കുകയും അതായത് നമ്മളെ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ദൈവത്തെ വിളിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ മറ്റൊരു വ്യക്തിയാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, വളരെ സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തരും, തീർച്ചയായിട്ടും തരും. പക്ഷെ നിങ്ങളെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങളെ വിട്ടുപോയ വ്യക്തികളെയൊക്കെ സ്നേഹിച്ച് അവരെ തിരിച്ചു വരുമോ എന്നും ഓർത്ത് എപ്പോഴും 24 മണിക്കൂർ അവരെ ഓർത്തോണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും തിരിച്ചു വരില്ല. അപ്പം അങ്ങനെ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൊടുക്കുക. എന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല, ദൈവമേ നിന്റെ കയ്യിലേക്ക് ഞാനതെല്ലാം സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങളിലൂടെ നിങ്ങൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നവും സഹിക്കാൻ വയ്യാത്തതായിട്ടില്ല. നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നങ്ങളും ദൈവം തരില്ല. എല്ലാം നമുക്ക് തരണം ചെയ്യാവുന്നത് മാത്രമേ ദൈവം തരത്തുള്ളൂ. തരണം ചെയ്യാൻ പറ്റാത്ത തരില്ല. നമ്മൾ വിചാരിക്കും എനിക്കത് തരണം ചെയ്യാൻ കഴിയില്ലെന്ന്. പക്ഷെ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം കടന്നു പോയതിനു ശേഷവും നമ്മൾ വിചാരിക്കും ഇത് ഇത്രയും ഉള്ളായിരുന്നു എന്ന് വിചാരിക്കും.
അല്ലെ? ആ ഒരു പ്രശ്നം എത്രയോ വലുത് പ്രശ്നമാകുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അത് വന്നു കഴിയുമ്പോൾ അത് വരാൻ പോവാണ്, വന്നു കഴിഞ്ഞാൽ എന്നെയും കൊണ്ടേ പോകും, അതോടെ ഞാൻ തീർന്നു. പക്ഷെ നിങ്ങൾ തീരില്ല, നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആവും. ഓരോ പ്രശ്നങ്ങൾ ലൈഫിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവും. ഇനിയിപ്പോ എന്തും സഹിക്കാം, എന്ത് വന്നാലും എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ എന്താ പറയാ, പൊന്ന് തീയിൽ ഉരുക്കി എടുക്കാറില്ലേ? തീച്ചുളയിൽ ഉരുക്കിയെടുക്കുന്ന പൊന്നില്ലേ, ആ ഉരുക്കിയെടുക്കും തോറും അല്ലേ അത് കൂടുതൽ തിളക്കമുള്ളതായി തീരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ ദൈവം കഷ്ടതകളിലൂടെ കയറ്റി ഇറക്കി നമ്മളെ എന്താ പറയാ സ്ട്രോങ് ആക്കി മാറ്റുകയാണ്. നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ തന്നു. അതായത് നമ്മളെ സ്ട്രോങ് ആക്കിയിട്ട് ദൈവത്തിന് നമ്മളിൽ ചില പദ്ധതികളുണ്ട്. നമ്മളെ ദൈവത്തിന് അറിയാം, നമ്മളെ ദൈവമാണല്ലോ സൃഷ്ടിച്ചത്, നമ്മളെ ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മളെ സ്ട്രോങ് ആക്കിയതിനു ശേഷം ദൈവത്തിന് നമ്മളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ലോകത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്ത കുറച്ച് വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്ന എന്ത് കാര്യം സാധിക്കും. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തും അവരെന്താഗ്രഹിച്ചാലും അതെല്ലാം ദൈവം കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു സ്റ്റാർ ആവാൻ, മറ്റുള്ളവര് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ തീരാൻ പോകുന്നു, മറ്റുള്ളവരെ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ തീരാൻ പോകുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവർ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് 10 കപ്പാണ് പൂർത്തീകരണം. നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർത്തീകരണം വരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് ഒരു നല്ല ഫാമിലി ലൈഫ് ഇല്ലെങ്കിൽ, കുട്ടികളില്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെയും കുട്ടികളെയും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇനി ഇതെങ്ങനെ സാധിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അതിന് നിങ്ങളുടെ മുന്നിൽ ഒരു സാധ്യത ഒരുപക്ഷെ ഇല്ലായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ദൈവം വിചാരിച്ചാൽ എന്ത് നടക്കും, അല്ലെ? നിങ്ങൾ ആഗ്രഹിക്കണം. എനിക്ക് തോന്നുന്നത് ഇനി ഒരു സാധ്യതയില്ല എന്നും പറഞ്ഞ് നിങ്ങളതൊന്നും ആഗ്രഹിക്കാതെ എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലത് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിനോട് പറഞ്ഞാൽ ലഭിക്കും. എന്താഗ്രഹമാണെങ്കിലും ലഭിക്കും, 100% ലഭിക്കും. നിങ്ങളത് ആഗ്രഹിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. വിദേശയാത്ര ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. വിദേശത്തേക്ക് പോവാനായിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ഒരു സ്വപ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വിദേശ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് വിദേശത്ത് പോവുക എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരു സ്വപ്നമാവാം. അല്ലെ വിദേശത്ത് സ്ഥിര താമസത്തിന് പോകണം, സ്ഥിരമായിട്ട് താമസിക്കണം, കുട്ടികൾക്കൊക്കെ അവിടെ ജോലിയാവണം, കുട്ടികളോടൊക്കെ വിദേശത്ത് താമസിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ മുന്നിൽ പോകാൻ ഒരു സാധ്യതയില്ലായിരിക്കും ഒരു പക്ഷെ, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. അങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. കൊണ്ടുപോകാൻ ആരുമില്ല, ചെയ്യുന്ന എല്ലാ കാര്യവും റിജക്ഷൻ ആകുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ ഇനി പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം എങ്ങനെ നടക്കുമെന്ന് ഒരു അറിവുമില്ല. എങ്ങനെയായിരിക്കും അത് സംഭവിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്ക് പോകാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല, ഞങ്ങൾക്ക് പക്ഷെ ദൈവമേ ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം നിങ്ങൾ ദൈവത്തിന്റെ മുന്നിലേക്ക് വെക്കുക. അപ്പൊ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതം അവിടെ സംഭവിക്കും. നമ്മൾക്ക് സാധിക്കാൻ പറ്റാത്ത ദൈവത്തിന് സാധിക്കും, അല്ലെ? നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും, അല്ലെ? നമ്മളുടെ അച്ഛനോട് പറയുന്ന രീതിയിൽ, അച്ഛനോടും അമ്മയോടും പറയുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിനോട് പറയുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം അത് സാധിച്ചു തരും. അതിനുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചു നോക്കൂ, തീർച്ചയായിട്ടും സംഭവിക്കും. നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ, ആദ്യം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, നിങ്ങളിൽ വിശ്വസിക്കണം. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹം നിങ്ങൾ ദൈവത്തിനോട് പറഞ്ഞാൽ നടക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം, ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഏതായാലും, ഇപ്പൊ വിദേശയാത്രയുടെ കാര്യം തന്നെയല്ല, ഏതൊരു ആവശ്യമാണ് നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് ആവാം, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നടക്കാൻ ഇനിയിപ്പോ യാതൊരു സാധ്യതയില്ല. ഡോക്ടർമാരെല്ലാം ഇനി ഒരു കുട്ടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി എന്താ പറയാ, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊരു എന്തെങ്കിലും രോഗമാണെങ്കിൽ ആ രോഗത്തിൽ നീ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്റെ ദൈവം എന്റെ രോഗം സുഖപ്പെടുത്തുക, എന്റെ ആരോഗ്യം വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാനും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ല. ഭയം നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് എല്ലാം ഭയമായിരിക്കും. നമ്മൾ ഭയം എന്നൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന എന്തിനാണ്? നമ്മളിൽ നിന്ന് ഭയം മാറ്റാനാണ്. നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുംതോറും നമ്മൾ വീണ്ടും സ്ട്രോങ് ആവും. പിന്നെ നമുക്ക് ഒന്നിനെയും ഭയമില്ല, അല്ലെ? നമ്മളെ മറ്റുള്ളവർക്കായിരിക്കും ഭയം.
തീർച്ചയായിട്ടും നിങ്ങളെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നിങ്ങളെ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങളെ മറ്റാരും സഹായിക്കാനില്ല, ദൈവം മാത്രം ഉള്ളെങ്കിൽ, നിങ്ങളെ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ നിങ്ങളെ ഭയക്കും അല്ലെ, നിങ്ങളെ അവർക്ക് ഭയമായിരിക്കും. കാരണം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ, നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുന്ന ദൈവമായിരിക്കും അവരോട്. അപ്പൊ നിങ്ങളത് ദൈവത്തിന് കൊടുത്താൽ മതി. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തവരാണെങ്കിൽ, അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ കുറച്ചുപേരെ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇനി നിങ്ങൾക്ക് ചിലവർക്ക് വല്ല വസ്തു വിൽക്കാനൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഒരുപാട് നാളായിട്ട് വസ്തു വിൽക്കാനൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിൽപ്പനയൊക്കെ സാധ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. വസ്തു വാങ്ങാൻ, വസ്തു ഒക്കെ വാങ്ങാനും നിങ്ങൾക്ക് സമയമായിരിക്കുന്നു കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു വീട് വാങ്ങാൻ നിങ്ങൾക്ക് ഒരു സാധ്യത എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. പ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ വരികയാണ്, ചാരിയോട്ട് എന്തൊക്കെയോ വരികയാണ്. ഒരുപക്ഷെ കിട്ടാതെ കിടക്കുന്ന എന്തെങ്കിലും പണം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അതിന് വേണ്ടുന്ന ഈ പറഞ്ഞ പ്രാർത്ഥനയും മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുക. എനിക്ക് കിട്ടാനുള്ള പണം ഞാൻ വാങ്ങാൻ എനിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും, ഒരു പണം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും, ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഇവിടെ റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾ വ്യക്തികളുമായിട്ട് ഒരു റീയൂണിയൻ കാണുന്നുണ്ട് ചില വ്യക്തികൾ. അപ്പൊ ഒരുപാട് നാളായിട്ട് പിരിഞ്ഞിരുന്ന വ്യക്തികൾ തമ്മിൽ ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഒന്നു ചേരാൻ പോകുന്നു. അങ്ങനെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങളെ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് കൊണ്ടാവും ഒരുപക്ഷെ നിങ്ങളെ ഒരുപാട് വേദനിക്കുന്നത് എനിക്ക് തോന്നുന്നു. നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ ആ വ്യക്തി പോയിട്ടുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ വരും പോകും എന്നുള്ളൊരു എനർജി ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ചിലവരുടെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ എനിക്കിവിടെ കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും അല്ല, അങ്ങനെയുള്ള ചില വ്യക്തികൾക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട്. ചിലർ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തി വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ചസ് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ജെമിനി, ലിബ്ര, അക്വേറിയസ് കാണുന്നുണ്ട്, എയർ സൈൻ കാണുന്നുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ക്യാൻസർ, സ്കോർപിയോ, സ്പൈസസ് കാണുന്നുണ്ട്, വാട്ടർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ ഉണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയാവാം, നിങ്ങളുടെ ലവറാവാം, അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവോ വൈഫാരോ പെട്ടെന്ന് ചില ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് സാധ്യമാകും, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില അംബീഷൻസ്, നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് പ്രയത്നിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് നാളായിട്ട് അതിനെ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക്, ആ ഒരു അംബീഷൻ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്, അത് പൂർത്തിയാണ്, നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു 10 ഓഫ് കപ്പ്, ചിലരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലവ് ആണ്. അതായത് ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന വ്യക്തികളാണ് അവര്. അതാണ് എനിക്ക് 10 ഓഫ് കപ്പ്, ഏസ് ഓഫ് കപ്പ് ഒക്കെ കാണുന്നത്, ദ വേൾഡ് ഒക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു 2 വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ആരൊക്കെയാണ് കേട്ടോ? 2 പേരല്ല, ജോഡിയായിട്ടുള്ള ഡിവൈൻ ലവ്. അതായത് വളരെ പവിത്രമായ ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. ഒരു ലവ് ഉണ്ട്, ഡിവൈൻ ലവ് ആണ്. അപ്പൊ അത് അത്രമാത്രം അവർക്ക് സ്നേഹമാണ്. അവരുടെ സ്നേഹം കണ്ടോ, കപ്പ് നിറഞ്ഞെടുക്കുന്ന രീതിയിൽ അവര് അത്രമാത്രം 2 പേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നീയാണ് എൻ്റെ ലോകം എന്ന രീതിയിൽ. നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അവർക്കൊരു ലൈഫ് ഇല്ല, അത് ആ രീതിയിലാണ്. അത്രത്തോളം സ്നേഹമുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നപ്പോഴത്തേക്കിനാണ് അവർക്ക് ലൈഫ് എന്താണെന്ന് അവർ മനസ്സിലാക്കി. ഫസ്റ്റ് ഒരുപക്ഷെ അവരുടെ ലൈഫ് പരാജയമായിരുന്നിരിക്കാം, അവരുടെ മാരേജ് ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് അവരതിൽ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കും എന്ന് തോന്നുന്നു. അവർക്ക് ഒരുപക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 2ാമത്തെ ഒരു ബന്ധമായിരിക്കാം എനിക്ക് തോന്നുന്നു. നിങ്ങളെ കണ്ടുമുട്ടിയപ്പം തൊട്ട് ഒരുപക്ഷെ അവരിനി ലൈഫില്ല, അവർക്കിനി ഒരു ലൈഫില്ല എന്ന് ഫസ്റ്റിൽ അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു മാരേജ് ലൈഫിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി ഒരു മാരേജ് ലൈഫ് ഇല്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ലൈഫിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ദൈവം നിങ്ങളെ കണക്റ്റഡ് ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കണക്റ്റഡ് ആക്കിയ
കുറെ ആരൊക്കെയുണ്ട്, ഏതൊക്കെയോ ജോഡികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഡിവൈൻ ലവ് ആയിട്ട് എനിക്ക് ആ ഒരു കണക്ഷനെ കാണുന്നത്. ഏസൊക്കെ അതാണ് പറയുന്നത്, പെണ്ണൊക്കെ അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങളെ ഒരുമിച്ച് കാണാറില്ലായിരിക്കാം, നിങ്ങൾ 2 സ്ഥലങ്ങളിലായിരിക്കാം. ഒരുപക്ഷെ അബ്രോഡ് ആവാം നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽക്ക് ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു ബന്ധങ്ങൾ, ഇവിടുത്തെ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ പെട്ടെന്ന് സാധ്യമാകുമെന്നാണ് എനിക്കിവിടെ കാണുന്നത്. 10 of Cups, നിങ്ങൾക്ക് സന്തോഷിക്കുന്ന ഒരു ഫാമിലി ലൈഫ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു വട്ടം നിങ്ങൾ വളരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ട്, കുറെ നാൾ കൊണ്ടുപോയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് ഫുൾ അങ്ങനെ ആവില്ല. നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ദൈവം ഉറപ്പായിട്ടും തരും. നിങ്ങൾ ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. സ്നേഹവും എല്ലാം, പണം, സ്വത്ത്, പണം എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിട്ടുണ്ടാവാം. ഒരു ലൈഫിന്റെ പകുതി മുക്കാലോളം നിങ്ങൾ കരച്ചിലായിരുന്നിരിക്കാം എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾക്കായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചീറ്റിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലൈഫിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ വൈഫാവാം, ഹസ്ബൻഡ് ആവാം, മറ്റൊരു സ്ത്രീയോടൊപ്പം പോവുകയോ അങ്ങനെ നിങ്ങൾ അത്രയും സ്നേഹമായിരുന്നിരിക്കാം അവർ. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടവർ പോയപ്പോൾ നിങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫ് പാടെ മാറി മറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാത്തിനോടും വെറുപ്പൊക്കെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ അലസമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കള്ളുകുടിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എല്ലാ തോന്നിവാസത്തിലൂടെയും കടന്നുപോയിരിക്കുന്ന വ്യക്തികളായിരിക്കാം എന്ന് തോന്നുന്നു. അഡിക്ഷൻ, പല കാര്യങ്ങളിൽ അഡിക്ഷനായി പോയിരിക്കുന്നവരാവാം. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ആരും ഇല്ലാതിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഏതോ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആദ്യമൊന്നും വിശ്വസിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നു അവര് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന്. നിങ്ങൾക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അതൊരു പക്ഷേ ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ഡിവൈൻ ലവ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഏതോ ഒരു വ്യക്തികളാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. ദൈവം അത് നിങ്ങളൊരു കൂടിച്ചേരൽ ഉണ്ടാക്കും, ഒരു റീയൂണിയൻ ഉണ്ടെന്ന് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് അസാധ്യമാണ്, സാധ്യമാകില്ല, ഒരിക്കലും സാധ്യമാകില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് കാർഡ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് സാധ്യമാകില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് അത് സാധ്യമാകുന്നത്, അല്ലെ? നിങ്ങൾക്ക് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നത് അങ്ങനെയല്ലേ? അത് നിങ്ങൾ സാധ്യമാകില്ല എന്ന് വിചാരിക്കുന്നിടത്ത് മാത്രമേ അത് ദൈവത്തിന് സാധ്യമാക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങളുടെ നോട്ടത്തിൽ ഇപ്പൊ അത് ഒരിക്കലും സാധ്യമാകില്ല. ഇങ്ങനെ സാധ്യമാകാനാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവാം, പലതരം തടസ്സങ്ങൾ ഉണ്ടാവാം. 2 കാസ്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് വീട്ടുകാരി പ്രതിബന്ധമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 2 കൺട്രീസിൽ എങ്ങനെ പോകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഏത് തടസ്സത്തിനെയും മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ തമ്മിൽ കണക്റ്റഡ് ആക്കിയത്. എന്തും അസാധ്യമായതിനെ സാധ്യമാക്കാൻ കഴിയുന്ന ദൈവമാണ് നിങ്ങളെ കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് അത് ലഭിക്കുമെന്ന് വിശ്വസിച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും അസാധ്യമായിരിക്കുന്ന ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ, അസാധ്യം എന്ന് കരുതുന്ന ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമാകില്ല, ഒരിക്കലും ആ ഒരു വ്യക്തി എന്റെ ലൈഫിലേക്ക് വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നി ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മാരേജ് ബന്ധത്തിൽ ഇരിക്കുന്ന വ്യക്തികളാവാം. ആ വ്യക്തികൾക്ക് മറ്റൊരു ബന്ധം മറ്റൊരാളോട് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഒരിക്കലും ഇത് സാധ്യമാവില്ല, ഒരിക്കലും ഞങ്ങൾക്ക് ഒന്നാവാൻ കഴിയില്ല വിചാരിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെയും ചിലപ്പോൾ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധം വരാം. അത് എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരുടെയും എങ്ങനെയാണെന്ന് പറയുന്നില്ല. ചിലർക്ക് അങ്ങനെ ആവാം, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പവിത്രമായ ബന്ധം, ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ അതൊക്കെ വളരെ കുറവാണ്. ഇത് കേട്ടോണ്ട് എല്ലാവരും ആ ഒരു ബന്ധം എന്റെ അങ്ങനെയാണെന്ന് കരുതരുത്. ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റാത്തത് ആ ഒരു ബന്ധങ്ങളും ദൈവത്തിന് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ട്, അത് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് അസാധ്യമാണ്, സാധ്യമാകില്ല, പക്ഷെ തീർച്ചയായിട്ടും അത് സാധ്യമാകും. അത് ദൈവം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തോളൂ, നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട. അപ്പൊ അങ്ങനെയൊക്കെ എന്തോ ഒരു പവിത്രമായ ബന്ധത്തിന്റെ ഒരു എനർജി ഇവിടെ കാണുന്നു. നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട്. ഒരുപക്ഷെ അതിന്റെയൊക്കെ ചിലരുടെ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളിലേക്ക് അവർ വരാനുള്ള സമയമായിട്ടുണ്ട്. ചാരിയോട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് അവർക്ക് വേണ്ടി കാത്തിരുന്നും
ഇരിക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തും ഇരിക്കാതെ അവരെ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ ചെയ്യേണ്ട കടമകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു പോകട്ടോ. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ടോ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിനെ വിട്ടുകളെ ലെറ്റ് ഗോ ചെയ്യണം. ആ കാര്യത്തിന് നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വരും, അത് ദൈവം കൊണ്ടുവരും എന്ന് നിങ്ങൾ വിചാരിച്ചതിനെ ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയുക. അതിനെ തന്നെ ഓർത്തിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ലൈഫ് എങ്ങനെയാണോ അവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്, നിങ്ങളുടേതായിട്ടുള്ള കടമകൾ എന്തൊക്കെ ചെയ്യാനുണ്ടോ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും. നിങ്ങളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക, ഉറച്ചു വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇവിടെ എനിക്ക് പറയാൻ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ റീഡിങ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ പറയാനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു റീഡിങ്. ഏതൊരു കാര്യത്തിലും സ്റ്റാർ ആവേണ്ട ഒരു സ്റ്റാർ ആകാനുണ്ട്. ഇവിടെ ഒരു സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത്. പല കാര്യങ്ങളിലും സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്ന, കരിയറിലൊക്കെ നല്ല രീതിയിൽ സ്റ്റാർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ വിദേശയാത്രയൊക്കെ ഉണ്ട് കേട്ടോ. വിദേശയാത്ര പറ്റാത്തവർക്കൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ കപ്പ് നിറഞ്ഞൊടുക്കുന്നുണ്ടോ. ദൈവം വാരിക്കോരി തരാൻ പോവാണ്. സഡൻ ആയിട്ട് തന്നെ വാരിക്കോരി തരാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികം തരാൻ പോകുന്നതായിട്ട് അവിടെ എനിക്ക് കാണുന്നത്. ഒരുപാട് പേരുടെ സമയമൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ പോകുന്നില്ലേ. ഓരോ എന്താ പറയാ, ഇപ്പൊ പലരുടെയും ഈ ഒരു മിഥുന മാസമാണല്ലോ അല്ലെ, തീരുവാണ്, കർക്കിടം വരികയാണ്. അപ്പം പലർക്കും പല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഓവർഫ്ലോ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ തരുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് സ്വിച്ച് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭയങ്കര എന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും സ്വിച്ച് വേർഡ്സും അങ്ങനെയൊക്കെയുള്ള മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കും വരും. തീർച്ചയായിട്ടും അത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷനെ കുറിച്ചോ സാമ്പത്തികത്തിന്റെ കാര്യങ്ങളെ കുറിച്ചോ അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകളൊക്കെ അറിയണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇന്നത്തെ റീഡിങ് രണ്ട് പേരും നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.